വെള്ളായണി അമ്മയുടെ ദേശത്തിൻ്റെ മഹത്തായ ഒരു ഉത്സവമാണ് അശ്വതി മഹോത്സവം. പൂർവ്വകാലത്ത് ഈ ഉത്സവം ഭരണിത്തൂക്ക അടിയന്തരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് ആ നെല്ലുവിളകൾ ശേഖരിച്ചുകൊണ്ട് ദേശവാസികളെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന, അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരു മഹോത്സവമാണ് ഈ അശ്വതി മഹോത്സവം. പൂർവ്വകാലത്ത് ഇത് ഭരണിത്തൂക്ക അടിയന്തരമായിരുന്നു. പൂർവ്വകാല സമയത്ത് ഈ ഭരണി നാളിലായിരുന്നു ഈ ഉത്സവം കൊണ്ടാടിയിരുന്നത്. അതുകൊണ്ടാണ് ഈ ഉത്സവത്തെ ഭരണിത്തൂക്ക അടിയന്തരം എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ പൂർവ്വകാലത്ത് തൂക്കമുണ്ടായിരുന്നു. ചില പ്രത്യേക കാരണങ്ങൾ തൂക്കം നിർത്തിവെച്ചു. എങ്കിൽ പോലും ആ ദിവസത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണിത്തൂക്ക അടിയന്തരത്തിൻ്റെ പേര് മാറ്റി തന്നെ പിന്നെ പൂർണ്ണമായിട്ടും അശ്വതി പൊങ്കാല മഹോത്സവമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടാടുന്നത്. ഏകദേശം ഒരു 10-15 വർഷത്തിന് ശേഷമാണ് ഈ ഭരണിത്തൂക്ക അടിയന്തരം നിർത്തൽ ചെയ്യുകയും ഒപ്പം തന്നെ അശ്വതി മഹോത്സവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് കാളിയൂട്ട് മഹോത്സവമാണ്. അതുപോലെ തന്നെ ഈ ഉത്സവം, അശ്വതി ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് 7 വിശേഷാൽ പൂജയാണ്. അത് ഭദ്രകാളയാമത്തിൽ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ഗുരുസ്വരോടുകൂടി ഈ മഹോത്സവം അവസാനിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ വെള്ളായണി ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അമ്പലവും കൂടിയായ വെള്ളായണി ദേവസ്വത്തിലെ അശ്വതി പൊങ്കാല ഏപ്രിൽ മാസം 3-ാം തീയതി തുടങ്ങി 10-ാം തീയതി അവസാനിക്കുന്നതോടൊപ്പം വളരെയധികം പ്രതീക്ഷകൾക്കും അപ്പുറമായാണ് ഭക്തജനങ്ങൾ ഈ പ്രാവശ്യം പൊങ്കാല അർപ്പിക്കാൻ എത്തിയത്. ആയതിൻ്റെ ഒരുക്കങ്ങൾ അന്വേഷണത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനു മുമ്പേ വന്ന് വിലയിരുത്തുകയും ആയതിൽ കുറവുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ച് ഭക്തജനങ്ങളോടൊപ്പം സഹകരിച്ച് നാട്ടിലുള്ള എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് ജാതിഭേദമന്യേ കക്ഷി രാഷ്ട്രീയം എന്ന പോലും ഇല്ലാതെ ഒത്തൊരുമയോടുകൂടി ഈ വർഷത്തെ അശ്വതി പൊങ്കാല ആരംഭിച്ചിരിക്കുന്നു. വളരെ തിരക്കോടുകൂടിയ ഒരു ഉത്സവമായിരുന്നു. അതുപോലെ തന്നെ പൊങ്കാലയോടുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് സെക്രട്ടറിയും അസിസ്റ്റന്റ് കമ്മീഷണറും ഇന്ന് ദേവസ്വത്തിലെത്തുകയും പൊങ്കാലയുടെ മറ്റു കാര്യങ്ങളെല്ലാം വിലയിരുത്തി വളരെ ഭംഗിയായി നടക്കുന്നതായും ആയതുപോലെ തന്നെ ദേവിയെ ഇന്ന് പുറത്തിറങ്ങുന്ന ചടങ്ങ് വളരെ ഭംഗിയായി നടത്തിയിട്ടുള്ളതും കൃത്യം 10:45 തന്നെ പൊങ്കാല അടുപ്പിൽ തീയെത്തിച്ച് പൊങ്കാല ആരംഭിച്ചിട്ടുള്ളതും വളരെ ഗംഭീരമായി എന്ന് തന്നെ ഉറക്കെ പറയാവുന്നതും വളരെയധികം നന്നായി നടത്തിയിട്ടുള്ളതും ആയതിന് ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന് വളരെയധികം സഹായങ്ങൾ ദേവസ്വം ബോർഡിനുണ്ടായിട്ടുള്ളതും മേലിലും ഇതുപോലെ വളരെ ഭംഗിയായി നടത്തുന്നതിന് ദേവസ്വം ബോർഡിന് കഴിയട്ടെ എന്നും എല്ലാ സഹകരിച്ച മൊത്തം ഭക്തജനങ്ങളോടും നാട്ടുകാരോടും നന്ദിയും കടപ്പാടും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു.